ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ മക്കയിലായിരുന്നു. അൽഹംദുലില്ലാ ഉംറയൊക്കെ ചെയ്തിപ്പോൾ ഞങ്ങൾ ജിദ്ദയിലേക്ക് പോവുകയാണ്. അവിടെ ഞങ്ങൾ കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളും കൂടെ. പിന്നെ ഇത് നമ്മൾ മക്ക ഗേറ്റാണ് ഗൈസ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ ഞങ്ങളിവിടെ റൂമൊക്കെ എടുത്തിട്ടോ, ഹോട്ടലൊക്കെ എടുത്ത് ഇനി ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും, ഒരു 4-3 ദിവസമൊക്കെ ഉണ്ടാവും. എൻ്റെ ഉപ്പാക്ക് ഇവിടെ വർക്ക് ഉണ്ട് ജിദ്ദയിൽ. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങളെടുത്ത റൂം അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളെ ഹോട്ടലിൽ എല്ലാവരും വേണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റിസപ്ഷൻ. ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ജിദ്ദയിലേക്ക് വന്നിരുന്നു. അപ്പോഴും ഈ ഹോട്ടലായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഹോട്ടൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വന്നപ്പോഴും ഈ ഹോട്ടൽ എടുത്തത്. അപ്പോൾ ഗൈസ്, ഞാൻ ലിഫ്റ്റൊക്കെ കയറിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. പിന്നെ ഗൈസ്, ഞങ്ങൾ ഹോട്ടലൊക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം പോയി നോക്കുക ബാത്റൂമിലേക്കാണ്. ബാത്റൂമിൽ ഷാമ്പു ഇതൊക്കെ ഇട്ടാൽ നോക്കിയിട്ട് ഞങ്ങളതൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കും എൻ്റെ അനിയത്തിക്കും അങ്ങനെയൊക്കെ നോക്കൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിനെക്കാട്ടി വലിയ റൂമായിരുന്നത്. പിന്നെ അവിടെ 2 ചെയറൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് പുറത്തേക്കൊക്കെ നോക്കിയെടുക്കാൻ ഭയങ്കര രസമാണ്. പുറത്തേക്കൊക്കെ ഭയങ്കര വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും പോയി നോക്കുന്ന പോലെ ഇപ്പോഴും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കി. പിന്നെ നല്ല ബാത്റൂമൊക്കെ ആയിരുന്നു. കുറേ ഞങ്ങൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെ കിട്ടി, ഷാമ്പും കുറേ സാധനങ്ങൾ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ ജിദ്ദയിലേക്ക് വന്ന ദിവസം ഞങ്ങൾ റിലേറ്റീവ്സ് കൂടെ ഓൾഡ് കോർണിഷിലേക്ക് പോയിരുന്നു. അത് ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിരുന്നു. അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഇനി കാണാത്തവരൊക്കെ ഇപ്പം തന്നെ പോയി കണ്ടോളൂ ഗൈസ്. അവിടെ നല്ല രസമായിരുന്നു. അവിടെ കുറേ പാർക്കും പിന്നെ വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെയൊക്കെ കുറേ നേരം കളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയത്. പിന്നെ ഞങ്ങൾ ജിദ്ദയിലേക്ക് വന്ന പിറ്റേ ദിവസം ഞങ്ങളെ ആപ്പാൻ്റെ ഓഫീസിലേക്ക് പോയതായിരുന്നു. അവിടെ ജിദ്ദ മൊത്തം കാണുന്നത് ഭയങ്കര രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ആപ്പാൻ്റെ റൂമൊക്കെ ഓഫീസും റൂമൊക്കെ ബലദിലായിരുന്നു. ജിദ്ദയിൽ ബലദ് പറഞ്ഞ ഒരു സിറ്റിയിലായിരുന്നു. അത് ജിദ്ദയിലൊരു മെയിൻ സിറ്റിയാണ് ബലദ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആപ്പാൻ്റെ കൂടെ അവിടേക്കൊക്കെ ചുറ്റി കറങ്ങാനൊക്കെ പോയിരുന്നു. പിന്നെ അവിടെ കുറേ കടകളും അത്തറിൻ്റെ പിന്നെ ഗോൾഡിൻ്റെ ഒക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങാൻ ഭയങ്കര രസമാണ്, ലൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട്. പിന്നെ അവിടെ കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ രാത്രി പോയപ്പോഴത്തേന് അടച്ചു ഗൈസ്. ഒരു പ്രത്യേക വൈബായിരുന്നു അതിൽക്കൂടിയൊക്കെ നടക്കാൻ. പിന്നെ കുറേ നടന്നപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ അവിടെ എന്തോ ഗെയിം പോലത്തെ സാധനത്തിൽ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയപ്പോഴാണ് നമ്മളെ പേര് ഇതൊക്കെ ഇടാൻ പറ്റുന്നൊരു ഗെയിമിൻ്റെ അങ്ങനത്തെ ഒരു സാധനം കണ്ടത്. പിന്നെ അവിടെ ഞങ്ങൾ കുറേ നേരം കളിച്ചു. അങ്ങനെ പേരൊക്കെ ആക്കിക്കാണ്ടു, ചിത്രം അങ്ങനെ ആക്കിക്കാണ്ടൊക്കെ ഒന്നും അറിയൊന്നുമില്ലായിരുന്നു. എന്നാലും വെറുതെ അങ്ങനെ ഒരു രസത്തിന് കുറേ നേരം അവിടെ കളിച്ചു. അപ്പോൾ ഇതാണ് സാധനം. അവിടെ കുറേ ആളുകൾ ഇങ്ങനെ എന്തൊക്കെയാണ് അവിടെ ചിത്രമൊക്കെ ആക്കണുണ്ടായിരുന്നു. ഞങ്ങൾ വ്യാഴാഴ്ച രാത്രിയായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ആളുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ കുറേ പണ്ടത്തെ സ്പൈസസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു പോവുകയായിരുന്നു. എനിക്കടുത്ത് ചിലതൊക്കെ മനസ്സിലായി, ചിലതൊന്നും മനസ്സിലാവുകയേ ചെയ്തില്ല. പണ്ടത്തെ ആയതുകൊണ്ട് കുറേ പണ്ടത്തെ ബിൽഡിങ്ങുകളൊക്കെ നോക്കുക ഗൈസ്. നല്ല രസമായിരുന്നു. രാത്രി പോയതുകൊണ്ട് ലൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുള്ളായ സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലവും ഹോട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം നടന്നു കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് ഷോകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഷോ കാട്ടിയതാണ് ഇതൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കടകളൊക്കെ ഇതാണ്. ഇതേപോലത്തെ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ.
പിന്നെ ഒക്കെ ചുറ്റിക്കറങ്ങി കണ്ടപ്പോഴത്തേന് കുറേ സമയമായിരുന്നു, 11 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ 11 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ബലത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ ആപ്പയും ഉപ്പൊക്കെ പറഞ്ഞത് ഇവിടെ ഒട്ടക ബിൽഡിംഗ് ഉണ്ടെന്ന്. അപ്പം ഞങ്ങളത് എന്താണ് സംഭവം എന്ന് അറിയാൻ ഞങ്ങൾ അവിടേക്ക് പോയി നോക്കി. ഞങ്ങൾ വിചാരിച്ചിരുന്നു ഫുള്ള് ഒട്ടകത്തിൻ്റെ ചിത്രവും അതൊക്കെ കാര്യം. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് മുന്നിൽ 2 ഒട്ടകത്തിൻ്റെ ഫോട്ടോ ഉണ്ട്, അതിനെ അപ്പോൾ ഒട്ടക ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ ബ്രാൻഡഡ് ഷോപ്പിംഗ് മാളൊക്കെ ആയിരുന്നു, അതൊക്കെ പിന്നെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി. പിന്നെ ഒട്ടകം ഇല്ലെങ്കിലും അവിടെ നല്ല ലൈറ്റൊക്കെ ആയി നല്ല രസമായിരുന്നു അവിടെ കാണാൻ. ഇപ്പം നമ്മളിവിടെ ജിദ്ദയിലെ കുറേ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടു. ഇപ്പോൾ ഞങ്ങളൊരു ഒട്ടക ബിൽഡിംഗ് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടേക്ക് വന്നതാണ്. പിന്നെ അവിടെ ഇങ്ങനെ കുറേ എസ്കുലേറ്റർ ഉണ്ടായിരുന്നു, ഇങ്ങനെ മുകൾക്ക് കയറി പോവുക. അപ്പോൾ ഞങ്ങൾക്ക് അതന്നെ ഇനി മതി, എസ്കുലേറ്റർ കയറി വേഗം മുകളിലെത്തി. പിന്നെ ഞങ്ങൾ അടിയിലേക്ക് പോകാൻ നല്ല രസമായിരുന്നു എസ്കുലേറ്ററും കയറി പോകാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങി റൂമിലെത്തിയപ്പോഴത്തേന് കുറേ സമയമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരെ കൂടെ ബീച്ചിലേക്ക് പോയ വീഡിയോ ആണിത്. ഞങ്ങൾ റിയാദിൽ ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ജിദ്ദയിൽ വന്നപ്പോൾ ബീച്ചിലേക്ക് പോവുകയാണ്. ഇത് ഇറങ്ങാനൊക്കെ പറ്റുന്ന ബീച്ചായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കളിക്കാനൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ബീച്ചിൽ കളിക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്, അതാണ് ഇങ്ങനത്തെ കോലം. അപ്പോൾ ഇതാണ് ബീച്ച്, ഇതല്ല ബീച്ച്, എത്തണുള്ളൂ ബീച്ച്. ഇനി ബീച്ചിൻ്റെ ഉള്ളൊക്കെ ഞാൻ ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് ബീച്ച്. ഞാനിവിടേക്ക് വന്നപ്പോഴത്തേന് നെറ്റി അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെയാണെന്നല്ല പ്രതീക്ഷിച്ചത്. ഇവിടെ കുറേ കുടകളൊക്കെ ഉയർത്തി അവിടെ ആളുകളൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ കളിക്കാൻ വേണ്ടി ഓടായിരുന്നു കേട്ടോ. ഗൈസ് ഇപ്പോൾ ഞങ്ങളുള്ളത് നമ്മളെ ജിദ്ദയിലെ ബീച്ചിലാണ്. ഞങ്ങളും പിന്നെ ഞങ്ങളെ ഒരു റിലേറ്റീവ്സും ആണ് ഉള്ളത്. ഞങ്ങളെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു, അവരിവിടെ ജിദ്ദയിലുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതായിരുന്നു ബീച്ചിക്ക്. അപ്പോൾ ഗൈസ് ഈ ബീച്ചിൻ്റെ പേര് കോബയാൻ ബീച്ചാണ്. അടിപൊളിയാണ്, നല്ല രസമാണ്, നല്ല വ്യൂ ആണ്. അപ്പോൾ ഇനി ഞങ്ങൾ കളിക്കാൻ പോവാണ്, നല്ല ഇതിൽ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ കളിക്കട്ടെ. നല്ല നീല വെള്ളം, ഇനി നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ അവിടേക്കൊക്കെ പോയി കുറേ ദൂരത്തേക്ക് പോയി കളിക്കായിരുന്നു. അത്രയ്ക്ക് ആഴമൊന്നുമില്ല കേട്ടോ ഗൈസ്, ഇത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന അത്ര ആഴമുള്ളൂ. ഇവനെ മുന്നത്തെ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവനൊക്കെ നല്ല കളിയായിരുന്നു, അവനൊക്കെ മണ്ണ് വാരി കളിക്കായിരുന്നു. അതിൻ്റെ അടുത്ത് കൂടി ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ കുറേ പ്ലെയിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു, 5 മിനിറ്റ് കൂടുമ്പോൾ. നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി അവിടുന്ന് പോന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.